ഈ സെഷനിൽ ഒരു സോളാർ പാനലിൻ്റെ ടെർമിനൽ ബോക്സിൽ അനുയോജ്യമായി റേറ്റ് ചെയ്ത വയറുകൾ എങ്ങനെ കണക്ട് ചെയ്യാമെന്നും MC4 കണക്ടറുകൾ ഉപയോഗിച്ച് N ടെർമിനലുകൾ എങ്ങനെ കണക്ട് ചെയ്യാമെന്നുമാണ് നമ്മൾ പഠിക്കുന്നത്. ഈ സെഷൻ അവസാനിക്കുന്നതോടെ ടെർമിനൽ വയറുകളും MC4 കണക്ടറുകളും അറിയാനും വ്യത്യസ്ത MC4 കണക്ടറുകൾ വിശദീകരിക്കാനും ജംഗ്ഷൻ ബോക്സ് എന്താണെന്നറിയാനും MC4 കണക്ടറിനെ DC കേബിളിലേക്കോ വയറുകളിലേക്കോ കണക്ട് ചെയ്യുന്നതിനുമുള്ള ഘട്ടങ്ങൾ ലിസ്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. MC4 കണക്ടറുകളെ കുറിച്ച് ഇനി നമുക്ക് പഠിക്കാം. MC4 സിസ്റ്റം ഒരു പ്ലഗ് സോക്കറ്റ് ഡിസൈനോട് കൂടിയതാണ്. ഒരു പ്ലാസ്റ്റിക് ഷെല്ലിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പ്ലഗും സോക്കറ്റും കാഴ്ചയിൽ രണ്ട് ഓപ്പോസിറ്റ് ജെൻഡറുകളോട് സാമ്യമുള്ളവയാണ്. ഒരു സിലിണ്ടർ ഷെല്ലിനുള്ളിൽ സ്ഥാപിച്ചതിനാൽ പ്ലഗ് ഒരു ഫീമെയിൽ കണക്ടറിന് സമാനമായിരിക്കും. എന്നാൽ അതിനെ മെയിലായിട്ടാണ് കണക്കാക്കാറുള്ളത്. എന്നാൽ സോക്കറ്റ് ഒരു സ്ക്വയറിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് കാഴ്ചയിൽ മെയിലായി തോന്നുമെങ്കിലും ഇവ ഇലക്ട്രിക്കൽ ഫീമെയിലാണ്. ഫീമെയിൽ കണക്ടറിന് രണ്ട് പ്ലാസ്റ്റിക് ഫിംഗറുകളുണ്ട്. ഇത് സെൻട്രൽ പ്രോബിലേക്ക് ചെറുതായി അമർത്തേണ്ടതുണ്ട്. മെയിൽ കണക്ടറിന്റെ മുൻവശത്തുള്ള ഹോളുകളിലേക്ക് തിരികാൻ ഇവ രണ്ടും ഒരുമിച്ച് തള്ളുമ്പോൾ മെയിൽ കണക്ടറിന്റെ ഒരു വശം ഒരു നോച്ചിൽ എത്തുന്നതുവരെ ഫിംഗറുകൾ ഹോളിലൂടെ താഴേക്ക് നീങ്ങുന്നു. അവിടെ രണ്ടിനെയും ഒരുമിച്ച് ലോക്ക് ചെയ്യാനായി ഇവ പുറത്തേക്ക് പോപ്പ് ചെയ്യുന്നു. കൃത്യമായി സീൽ ചെയ്യപ്പെടാൻ MC4 കണക്ടറുകൾക്ക് യോജിക്കുന്ന ഡയമീറ്റർ ഉള്ള കേബിളുകൾ തന്നെ ഉപയോഗിക്കണം. കേബിളുകൾ സാധാരണയായി ഡബിൾ ഇൻസുലേഷനോട് കൂടിയതും അൾട്രാ വയലറ്റ് റെസിസ്റ്റൻസ് ഉള്ളതും ആയിരിക്കും. അതായത് സൺലൈറ്റിൽ നേരിട്ട് ഉപയോഗിക്കുമ്പോൾ മതിയായ സംരക്ഷണം നൽകുന്നില്ലെങ്കിൽ മിക്ക കേബിളുകളും എളുപ്പത്തിൽ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ക്രിമ്പിംഗ്, സോൾഡറിംഗ് ഇവയിൽ അനുയോജ്യമായ ടെക്നോളജി ഉപയോഗിച്ച് കണക്ടർ കേബിളുമായി കണക്ട് ചെയ്യാവുന്നതാണ്. ഉപയോഗിച്ച കണ്ടക്ടറിന്റെ വലുപ്പത്തെ ആശ്രയിച്ച് MC4 കണക്ടർ പരമാവധി 20 ആംപിയർ, 600 വോട്ട് എന്നിങ്ങനെ റേറ്റ് ചെയ്തിരിക്കുന്നു. സ്റ്റാൻഡേർഡുകൾ 1000 വാട്ട് വേർഷനുകൾ അനുവദിക്കുന്നു. പൊതുവായി ഒരു MC4 കണക്ടർ സ്പെസിഫിക്കേഷനിൽ മാനുഫാക്ചററിന്റെ പേര്, മാക്സിമം 30 ആംപിയർ, അതായത് വയറില്ലാതെ കണക്ടർ മാത്രം, മാക്സിമം 1000 വോട്ട് റേറ്റ് എന്നിവ ചെയ്തിരിക്കും. ടെമ്പറേച്ചർ റേഞ്ച് -40 മുതൽ +90 വരെ, അതായത് -40 ഫാരൻഹീറ്റ് മുതൽ 194 ഫാരൻഹീറ്റ് വരെ ഇതും ഉൾപ്പെടുത്തിയിരിക്കും. ഒരു ലോക്കിംഗ് മെക്കാനിസം ഉള്ളതുകൊണ്ട് തന്നെ MC4 കണക്ടറുകളുടെ പ്ലഗ് ഊരിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകില്ല. കൂടാതെ ഇത് ഔട്ട്ഡോർ യൂസുകൾക്ക് ഇവയെ ഏറ്റവും അനുയോജ്യമായി മാറ്റുന്നു. ഒരു സ്പെഷ്യൽ MC4 അൺലോക്കിംഗ് ടൂൾ ഉപയോഗിച്ച് മാത്രമേ ഇവയെ അൺലോക്ക് ചെയ്യാൻ സാധിക്കൂ. ഒരു സീരീസ് ഓഫ് കണക്ഷനിൽ പോസിറ്റീവ് ലീഡ് ഒരു മൊഡ്യൂളിലും നെഗറ്റീവ് ലീഡ് മറ്റൊരു മൊഡ്യൂളിലും കണക്ട് ചെയ്യുന്നതാണ് മൊഡ്യൂളുകൾ ഒന്നിച്ചു ചേർക്കുന്നത്. മെയിൽ കണക്ടർ ഫീമെയിൽ കണക്ടറിലേക്ക് നേരിട്ട് കണക്ട് ചെയ്താൽ സർക്യൂട്ടിന്റെ വോൾട്ടേജ് ലഭിക്കും. പരമാവധി 18 വോൾട്ട് റേറ്റ് ചെയ്ത രണ്ട് മൊഡ്യൂളുകൾ സീരീസ് ആയി കണക്ട് ചെയ്താൽ 36 VMP ആയിരിക്കും അതിന്റെ വോൾട്ടേജ്. അതേസമയം ഇത് 3 എണ്ണമായാൽ വോൾട്ടേജ് 54 VMP ആകും. എന്നാൽ ഇതിൽ കറണ്ട് കോൺസ്റ്റന്റ് ആയിരിക്കും. 2ൽ കൂടുതൽ മൊഡ്യൂളുകൾ അല്ലെങ്കിൽ മൊഡ്യൂളുകളുടെ പാരലൽ സ്ട്രിങ്ങുകൾ പാരലൽ ആക്കുന്നതിന് PV കമ്പൈനർ ബോക്സ് എന്ന് വിളിക്കുന്ന ഒരു ഉപകരണം ഉപയോഗിക്കുന്നു. കോമ്പിനർ ബോക്സ് 2ൽ കൂടുതൽ പാനലുകൾ മൾട്ടി ബ്രാഞ്ച് കണക്ടറുകളുടെ അതേ ഫംഗ്ഷൻ നിർവഹിക്കും. കമ്പൈനർ ബോക്സിന്റെ ഇലക്ട്രിക്കൽ റേറ്റിംഗും ഫിസിക്കൽ സൈസും കൂടാതെ PV ഡിസൈനും അനുസരിച്ചാണ് കമ്പൈൻ ചെയ്യാൻ സാധിക്കുന്ന മൊഡ്യൂളുകളുടെ എണ്ണം നിർണ്ണയിക്കുന്നത്. MC4 എക്സ്റ്റൻഷൻ കേബിളുകൾ എങ്ങനെ തിരഞ്ഞെടുക്കാമെന്നും ഉപയോഗിക്കാമെന്നും ടെക്നീഷ്യന്മാർ അറിഞ്ഞിരിക്കണം. കേബിളിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഓരോ വയറും ഒരു കണ്ടക്ടറായി പ്രവർത്തിക്കുന്നു. അത്തരം ഒന്നിലധികം കണ്ടക്ടറുകൾ അടങ്ങിയതാണ് ഒരു കേബിൾ. കോപ്പർ അല്ലെങ്കിൽ അലുമിനിയം പോലുള്ള സാമഗ്രികൾ ഉപയോഗിച്ചാണ് സോളാർ വയറുകൾ നിർമ്മിക്കുന്നത്. ഈ മെറ്റീരിയലുകൾക്ക് റിലയബിൾ കണക്ടിവിറ്റിയും സോളാർ പാനലുകളിൽ നിന്ന് വീട്ടിലേക്കുള്ള ഇലക്ട്രിസിറ്റി ട്രാൻസ്ഫർ ചെയ്യാനുള്ള കഴിവുമുണ്ട്. DC കേബിളിലേക്ക് MC4 കണക്ടർ എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നമുക്ക് പഠിക്കാം. ഇതിനായി മെയിൽ, ഫീമെയിൽ MC4 കണക്ടറുകൾ, 4 mm സോളാർ കേബിൾ, വയർ ക്രിമ്പുകൾ, വയർ സ്ട്രിപ്പറുകൾ എന്നിവ ആവശ്യമാണ്. കണക്ടറുകൾ സെറ്റ് ചെയ്യുന്നത്. എല്ലാ MC4 കണക്ടറുകളും ഒരുമിച്ച് ചേർക്കുന്നതിന് ദൂരം അടയാളപ്പെടുത്തുകയും കേബിളിന്റെ നീളം തീരുമാനിക്കുകയും ചെയ്യുക. ക്രിമ്പ് മെയിൽ കണക്ടർ. കേബിൾ എടുത്ത് അതിൽ ചെറുതായി ബെൻഡ് ചെയ്യുക. ക്രിമ്പിനുള്ളിൽ മികച്ച സർഫസ് കോണ്ടാക്ട് ഉറപ്പാക്കുക. ക്രിമ്പിങ്ങിനായി വയർ എക്സ്പോസ് ചെയ്യുന്നതിന് ചെറിയ അളവിൽ കേബിൾ ഇൻസുലേഷൻ സ്ട്രിപ്പ് ചെയ്യുക.
മെറ്റൽ ക്രിമ്പിലൂടെ സ്ക്രൂവും നട്ടും കടത്തിക്കൊണ്ട് പ്രവൃത്തികൾ ആരംഭിക്കാം. പ്ലാസ്റ്റിക് ഹൗസിംഗിന്റെ അകത്ത് നോ റിട്ടേൺ ക്ലിപ്പ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയിരിക്കണം. ആദ്യം തന്നെ പ്ലാസ്റ്റിക് ഹൗസിംഗിൽ നട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ അത് വീണ്ടെടുക്കാൻ സാധിക്കില്ല. റബ്ബർ വാഷർ സുരക്ഷിതമാക്കുന്നത്. നട്ട് നന്നായി മുറുക്കിയിരിക്കാൻ റബ്ബർ കൊണ്ട് നിർമ്മിച്ച സീൽ വാഷർ കേബിളിന്റെ അറ്റത്ത് അറ്റാച്ച് ചെയ്യുക. ഇത് 4mm കേബിളിന് സോളിഡ് ഗ്രിപ്പ് നൽകുന്നു. അല്ലെങ്കിൽ കണക്ടർ കേബിളിന് ചുറ്റും കറങ്ങുകയും കണക്ഷൻ മുറിഞ്ഞു പോവുകയും ചെയ്യും. ഇത് മെയിൽ കണക്ടറിനുള്ള കണക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുന്നു. 4mm കേബിൾ ഇൻസേർട്ട് ചെയ്യുന്നത്. 4mm കേബിൾ വലതുവശത്ത് ക്രിമ്പ് ചെയ്ത ശേഷം ഒരു ക്ലിക്ക് ശബ്ദം കേൾക്കുന്നത് വരെ കണക്ടറിൽ അമർത്തുക. ഇത് കണക്ഷൻ സുരക്ഷിതമാണെന്ന് സൂചിപ്പിക്കുന്നു. അതിനുശേഷം പ്ലാസ്റ്റിക് ഹൗസിംഗിൽ കേബിൾ ലോക്ക് ചെയ്യുക. ക്രിമ്പ് ഫീമെയിൽ കണക്ടർ. കേബിൾ എടുത്ത് അതിലൊരു ചെറിയ വളവിടുക. ക്രിമ്പിനുള്ളിൽ നല്ല രീതിയിലുള്ള സർഫേസ് കോണ്ടാക്ട് ഉറപ്പാക്കുക. ക്രിമ്പിങ്ങിനായി വയർ ഓപ്പൺ ആക്കുന്നതിന് ചെറിയ അളവിൽ കേബിൾ ഇൻസുലേഷൻ സ്ട്രിപ്പ് ചെയ്യുക. മെയിൽ കണക്ടറിന് ചെയ്തതുപോലെ തന്നെ ഫീമെയിൽ കണക്ടറും ക്രിമ്പ് ചെയ്യുക. കേബിൾ കണക്ട് ചെയ്യുന്നത്. ഈ ഘട്ടത്തിൽ നിങ്ങൾ കേബിൾ മാത്രമേ തിരികേണ്ടതുള്ളൂ. കേബിളിന് മുകളിലൂടെ സ്ക്രൂ നട്ട് കടത്തി റബ്ബർ വാഷർ പരിശോധിച്ച് പിന്നീട് ക്രിമ്പ് ചെയ്ത കേബിൾ ഫീമെയിൽ കണക്ടറിന്റെ അകത്തേക്ക് കണക്ട് ചെയ്യുക. അത് ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ ഒരു ക്ലിപ്പ് ശബ്ദം കേൾക്കുന്നുവെന്ന് ഉറപ്പാക്കുക. കണക്ടിവിറ്റി ടെസ്റ്റ് ചെയ്യുന്നത്. കണക്ടിവിറ്റി പരിശോധിക്കുക എന്നതാണ് കണക്റ്റിംഗ് പ്രോസസ്സിന്റെ അവസാന ജോലി. എല്ലാം ശരിയായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നതിന് പ്രധാന സോളാർ പാനലുകളുമായോ ചാർജ് കൺട്രോളറുമായോ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് MC4 കണക്ടറുകൾ പ്രത്യേകമായി പരിശോധിക്കുക. ഫോട്ടോവോൾട്ടൈക് സ്ട്രിങ്ങുകളെ പാരലലായി കണക്ട് ചെയ്യുന്നതിന് ഒരു അറേ ജംഗ്ഷൻ ബോക്സ് ഉപയോഗിക്കുന്നു. കമ്പൈൻഡ് DC പവർ ഫോട്ടോവോൾട്ടൈക് ഇൻവെർട്ടറിലേക്ക് നൽകുന്നു. ഫോട്ടോവോൾട്ടൈക് സ്ട്രിംഗ് പ്രൊട്ടക്ഷൻ, ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ, DC ഔട്ട്പുട്ട്, സ്വിച്ച് ഐസൊലേറ്റർ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ലേഔട്ടിൽ ഉപയോഗിക്കുന്ന സോളാർ പാനൽ മൊഡ്യൂളുകളുടെ സ്ട്രിങ്ങുകളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കി വ്യത്യസ്ത കോൺഫിഗറേഷനുകൾക്കായി AJB കസ്റ്റമൈസ് ചെയ്യാം. AJBയിലെ പ്രധാന കോമ്പണന്റുകൾ: 1 എൻക്ലോഷർ, 2 PV ഫ്യൂസുകൾ, 3 സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ്, 4 DC ഡിസ്കണക്ട് അല്ലെങ്കിൽ ഐസൊലേറ്റർ, 5 കേബിൾ ഗ്ലാൻഡുകൾ അല്ലെങ്കിൽ കണക്ടറുകൾ. ഇവയാണ് AJBയിലെ പ്രധാന പ്രൊട്ടക്ഷൻ ഡിവൈസുകൾ. നിങ്ങളുടെ ധാരണ പരിശോധിക്കേണ്ട സമയമാണിത്. ഇതിനായി നിങ്ങൾക്ക് MC4 കണക്ടറുകൾ, DC കേബിളുകൾ, വയറുകൾ, ക്രിമ്പിംഗ് ടൂൾ ഉള്ള ടൂൾ കിറ്റ്, സോൾഡറിംഗ് അയൺ 25 വാട്ട് എന്നിവ ആവശ്യമാണ്. വയറുകളോ DC കേബിളോ MC4 കണക്ടറുകളുമായി കണക്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാസ്ക്. 70 വോൾട്ടിൽ കൂടുതലുള്ള DC വോൾട്ട് വളരെ അപകടകരമാണ്. സോളാർ പാനലുകളിൽ സൺലൈറ്റ് പതിക്കുമ്പോൾ അവ DC വോൾട്ട് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുന്നു. MC4 കണക്ടറുകളുടെ അസംബ്ലി പാർട്ടുകൾ പരിചയപ്പെടാൻ ചിത്രങ്ങൾ പരിശോധിക്കുക. അനുയോജ്യമായി തിരഞ്ഞെടുത്ത ചുവപ്പ്, കറുപ്പ് DC കേബിളുകളിൽ MC4 കണക്ടറുകൾ കണക്ട് ചെയ്യുന്നത് പരിശീലിക്കുക. സോളാർ പാനൽ ഔട്ട്പുട്ട് വയറുകൾ ആവശ്യാനുസരണം വിപുലീകരിക്കാൻ പരിശീലിക്കുക. പാനൽ ടെർമിനൽ ജംഗ്ഷൻ ബോക്സിൽ OEM ഔട്ട്പുട്ട് കേബിളുകൾ ഇല്ലാത്തിടത്ത് അനുയോജ്യമായ കളർ കോഡഡ് കേബിളുകളും ഒരറ്റത്ത് MC4 കണക്ടറുകളും തിരഞ്ഞെടുക്കുക. മറ്റൊരു അറ്റത്ത് പാനൽ ജംഗ്ഷൻ ബോക്സിലെ പ്രസക്തമായ ടെർമിനലുകളിലേക്ക് സോൾഡർ ചെയ്യുക. ഒരു സോളാർ പാനലിൻ്റെ ടെർമിനൽ ബോക്സിൽ അനുയോജ്യമായി റേറ്റ് ചെയ്ത വയറുകൾ എങ്ങനെ കണക്ട് ചെയ്യാമെന്നും MC4 കണക്ടറുകൾ ഉപയോഗിച്ച് N ടെർമിനലുകൾ എങ്ങനെ കണക്ട് ചെയ്യാമെന്നുമാണ് ഈ സെഷനിൽ നമ്മൾ പഠിച്ചത്. ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ടെർമിനൽ വയറുകളും MC4 കണക്ടറുകളും അറിയാനും വ്യത്യസ്ത MC4 കണക്ടറുകൾ വിശദീകരിക്കാനും ജംഗ്ഷൻ ബോക്സ് എന്താണെന്നറിയാനും MC4 കണക്ടറിനെ DC കേബിളിലേക്കോ വയറുകളിലേക്കോ കണക്ട് ചെയ്യുന്നതിനുമുള്ള ഘട്ടങ്ങൾ ലിസ്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും.